ജോലി തിരക്കും സ്ട്രെസ്സും ഒക്കെ കഴിഞ്ഞ് വീക്കെൻഡ് ആവുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ഇന്ന് ഞങ്ങളൊരു സ്റ്റേക്കേഷൻ ആണ് കേട്ടോ പോകുന്നത്. തേഴ്സ്ഡേ ഈവനിങ് പോവാന്ന് വിചാരിച്ചെങ്കിലും എല്ലാവരുടെയും ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോഴേക്കും നൈറ്റ് ആയി. അപ്പൊ ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഹസ്ബൻഡും മക്കളും അതുപോലെ തന്നെ 2 ഫാമിലി. മനസ്സിൽ വിചാരിച്ചതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു വില്ലായിരുന്നു കേട്ടോ. ഇന്നത്തെ ഡിന്നർ എന്തായാലും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. ഇന്നത്തെ ഒരു വ്യത്യസ്തമായിട്ട് ഹോം മെയ്ഡ് ഡിന്നർ ആണ് കേട്ടോ. എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയ മെനു ഗീ റൈസും പരിപ്പ് കറിയും ആയിരുന്നു. അപ്പൊ നമ്മൾ എറണാകുളംകാരുടെ സ്പെഷ്യൽ ഗീ റൈസും ബീഫ് കറിയും പരിപ്പ് കറിയും കച്ചമ്പറും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട് ഒരു കിഡിലൻ. ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഇതുപോലെ ഡിന്നറൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുക, ഒരുമിച്ച് വർത്താനം പറയാ, ഇതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പൊ ഡിന്നർ കഴിഞ്ഞ് ഇനി അടുത്ത അംഗം പൂളിൽ. അതിനു മുൻപേ വില്ലയുടെ അകത്തൊന്ന് കയറി കണ്ടാൽ കയറുമ്പോ തന്നെ വലിയൊരു മനോഹരമായ ഹോൾ, 3 ബെഡ്റൂം ആണുള്ളത്. കിച്ചൺ ബാക്കിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പൂളിൽ ഇറങ്ങി ഒരുപാട് എൻജോയ്. എന്നിരുന്നാലും വിന്റർ കഴിയാത്തതുകൊണ്ട് നല്ല തണുപ്പുള്ള വെള്ളമാണ്. ഇന്ന് എന്റെ മൂത്താളുടെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് അവൻ ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി. അങ്ങനെ സ്വിമ്മിങ് കഴിഞ്ഞ എല്ലാവരും കൂടി അകത്ത് കയറി കുറച്ച് സ്നാക്ക് ഒക്കെ കഴിച്ചിരുന്നു. പിന്നെ ഇവിടെ പാട്ടും ഡാൻസും ഗെയിംസ് ഒക്കെ ആയിട്ട് കുറച്ച് ടൈം കൂടി ഇരുന്നിട്ടോ തന്നെ ഒരുപാട് ലേറ്റ് ആയി ഉറങ്ങാൻ. ഞങ്ങൾ ഉറക്കത്തിന് എഴുന്നേറ്റപ്പോ കണ്ട കാഴ്ച ബ്രീത്തിങ് ഇൻ പീസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ദാറ്റ്സ് ഇറ്റ്. അവിടുന്ന് ഞങ്ങൾ എല്ലാവരും അടുത്ത് പോയി ഒരു ചായ ഒക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുട്ടികൾ ഒന്നും കൂടി പൂളിലിറങ്ങി. പിന്നെ കുറച്ച് ഫോട്ടോസും റീൽസ് ഒക്കെ എടുത്തിട്ടോ. പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ടും വേറെയും ചില പ്ലാൻസ് ഉള്ളതുകൊണ്ടും ഞങ്ങൾ ഉച്ചക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഈ തിരക്കും സ്ട്രെസ്സും പിടിച്ച ലൈഫിൽ നിന്ന് ഇങ്ങനെ ഒരു എസ്കേപ്പ് ഭയങ്കര റിലാക്സിംഗ് ആയിരുന്നു, എസ്പെഷ്യലി നമ്മൾ പ്രവാസികൾ. അപ്പൊ അടുത്ത വ്ളോഗുമായി വീണ്ടും കാണാം. ഫോളോ ഫോർ മോർ.